ഇത് വിപണി മൂല്യം കണക്കാക്കിയുള്ള ഒരു കച്ചവടമായിരിക്കില്ല നടന്നത്. അതായത് ഇത് ശ്രീകോവിലിന്റെ ഭാഗമാണല്ലോ. വാസ്തു ശ്രീകോവിലിലെ ഒരു ഭിത്തിയുടെ പാളിയാണ്. അതിന് വിശ്വാസപരമായിട്ടൊരു പാവനത്വമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. വെറും സ്വർണമല്ലത്. ശബരിമല അയ്യപ്പൻ ശനീശ്വരനാണ്. അദ്ദേഹത്തിന്റെ ശ്രീകോവിലിലെ ഈ പാളികൾ വീട്ടിൽ വെച്ചാൽ ശനിദോഷം അകലും, അതുപോലെ ഐശ്വര്യം കൈവരും. ഇതൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ടാണ് ഈ കച്ചവടം നടന്നിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരാൾക്ക് കൊടുത്താണോ കൂടുതൽ പേർക്ക് കൊടുത്തോ എന്നുള്ള വിവരങ്ങളൊക്കെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാവും. അല്ലാതെ കുറച്ച് സ്വർണം എന്ന നിലയിൽ മാത്രമല്ല. അയ്യപ്പന്റെ സ്വർണം, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ ഭാഗമായിരുന്ന സ്വർണം, വിശ്വാസപരമായിട്ട് വലിയ മൂല്യങ്ങളുള്ള സ്വർണം, അത് ഈ രൂപ കൊണ്ട് വിലയിടാൻ പറ്റില്ല. അപ്പൊ എത്രയോ കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തായിരിക്കണം അത് വാങ്ങിയത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയാകുമ്പോഴായിരിക്കും ലഭിക്കുക. ഇനി ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ വെച്ചിട്ട് കൈ കഴുകാനായിരിക്കും സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഒക്കെ ശ്രമിക്കുക. ഒരു പ്രതി ഉണ്ടല്ലോ, ഈ പോറ്റി എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനൊന്നും ഒരു സ്പോൺസർ മാത്രമാണ്. അയാൾ എങ്ങനെ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ഉദ്യോഗസ്ഥര്, ഉന്നതന്മാര്, സർക്കാരിലെ ഉന്നതന്മാര്, ഇവരെയൊക്കെ അറിയാതെ ഇതെങ്ങനെയാണ് സംഭവിക്കുക? അത് പോക്കറ്റിൽ കൊണ്ടുപോകാവുന്ന ഒന്നല്ല. മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതുമല്ല. ആരുടെയൊക്കെ എത്രയെത്ര കടമ്പകൾ കടന്നു വേണം ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാൻ. അപ്പം അത് വിജയകരമായിട്ട് നടത്തിയെങ്കിൽ ഓരോ കടമ്പയിലും അവർക്ക് ഉന്നതങ്ങളിൽ നിന്നുള്ള സഹായം ലഭിച്ചു എന്ന് വ്യക്തമാണ്. അതാരൊക്കെയാണ് നൽകിയത്? ആരൊക്കെയാണ് സഹായിച്ചത്? അതൊക്കെ ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് പുറത്തേക്ക് വരും. അപ്പോഴറിയാം അയ്യപ്പന്റെ മുതൽ കട്ടത് ആരൊക്കെയാണെന്ന്.